ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആശാൻ എന്ത് ചെയ്യും? ആശാനും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവിടെ കഴിച്ചോണ്ടിരുന്നത് കമ്മറ്റിക്കാർ വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് ഗാനമേള തുടങ്ങാൻ വേണ്ടിട്ട്. ഞാൻ ഒരു കാര്യം നമുക്കൊരു കാര്യം, ആശാൻ വരുന്നതിന് മുമ്പ് നമുക്ക് സൗണ്ട് സാധകം ചെയ്ത് നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് സാധകം ചെയ്യാം. തുടങ്ങിയേക്കാം. ഓക്കെ, തുടങ്ങിക്കോ. ഗരി 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 സ്വാ പൈപ്പ പൈപ്പമ്മ രണ്ടൊന്നല്ലേ? കറക്റ്റാണ്. ഗരി 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 സ്വാ കായ്ക്ക കായ്ക്ക കരി കരി ഗരി 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 സ്വാ. ഇപ്പൊ ആന ആടുകൂടി എന്താണ് ഇവിടെ കിടന്ന് കാണിക്കണം? ഞങ്ങളൊരു സാധനം ചെയ്തതാ. സാധനം ചെയ്ത അല്ല, സാധകം. ഇട വൃത്തികെട്ടവനെ സാധകം ചെയ്യരുത്, സാധകം ചെയ്യുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ. അതെന്താ? ഇടാ സാധകം ചെയ്ത മരിച്ചു പോകും. എന്റെ അച്ഛൻ ഗാനപരിദൂഷണം പത്മനാഭ ഭാഗവതൂരി മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ മരിച്ചു? ഇതുപോലെ സാധകം ചെയ്തിട്ടാ. ആ മോഹൻലാൽ ഒറ്റൊരുത്തക്കാരൻ എന്റെ അച്ഛൻ മരിച്ചു. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെ മരിച്ചു? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് ഭ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണം. ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. എങ്ങോട്ട്? നേരെ സിംഹത്തിന്റെ മടിയിൽ പോയി. മടിയിലല്ലോ, മടലല്ലേ? മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നത്. സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 അവിടുന്ന് നേരെ എണീറ്റ് ഒറ്റ ഓട്ട നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഗുരു മുണ്ട് മടക്കി കുത്തിട്ട് ഒറ്റ ചോദ്യ, ദക്ഷിണ വലിയ ഇരിപ്പുണ്ട് എന്റെ അച്ഛനല്ലേ 5 പൈസ. അവസാനം ഗുരുവിന് ദേഷ്യം കയറിയപ്പോ ഗുരു തമിഴിലൊരു ഒറ്റ ഡയലോഗ്, മനസ്സിലായ? ഇല്ല, ഒന്നും മനസ്സിലായി. മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി ഇന്നിട്ട് സാധകം ചെയ്യണു. എവിടെ ഗോളിയാറിൽ അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയിൽ വെള്ളമുണ്ടോ? കിണറ്റിൽ വെള്ളമുണ്ടോ? കണ്ണിൽ വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ മുങ്ങിക്കും? എന്റെ അച്ഛൻ എന്നെക്കായും ബുദ്ധിയുള്ളവനാ. അച്ഛൻ എന്ത് ചെയ്ത് ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തിയിട്ട് കാലും പൊക്കി അച്ഛൻ 1 മണിക്കൂർ അങ്ങോട്ട് എടുത്തു. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധകം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി. മോഹൻലാലിന് എന്റെ കൈ കിട്ടും, അന്ന് ശരിയാക്കി കൊടുത്തോളാം. ഈ പരിപാടി തുടങ്ങാൻ നേരമായി. പെട്ടെന്ന് സൗണ്ട് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലേ, ഇതെന്തോ സംഭവം? എനിക്കറിയാൻ പാടില്ല, നമുക്ക് വേറെ ചെയ്യാം. ഒരല്പം താഴണം. സാന്ന് പറഞ്ഞ യെസ് അവൻ യെസ്. താഴ്ത്ത് താഴ്ത്തെ. പോരാ, കുറച്ചൊരു താഴണം. ഇനി താനൊരു പിക്കാസിട്ട് കുളിക്കണം. എന്റെ ദൈവമേ, കണ്ട മണ്ണ് പണിക്കാരെയൊക്കെ ഞങ്ങൾ പരിപാടിക്കുണ്ടെന്നുള്ളത്. പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. മണ്ടത്തിലൊന്നും വിളമ്പിക്കരുത്. മിണ്ടാണ്ട് അടങ്ങി കരണ്ട് വന്നു. ആശാനെ നമസ്കാരം. നമസ്കാരം. എന്റെ പൊന്ന ആശാനെ, ആശാന്റെ ഒരു ഗാനമേള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാത്ത ഏജൻസികളില്ല. എടാ ഇവിടെ വന്ന പോലെ എന്റെ ആശാനെ, ആശാന്റെ വീട്ടിൽ ചെന്നപ്പോ പിന്നെ ചേച്ചിയാ പറയുന്നേ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആശാന്റെ വലിയ ഗാനമേള ഉണ്ടെന്ന്. അടിപൊളി ഗാനമേള. ഈ ജനങ്ങളൊക്കെ വന്നിരിക്കണ്ട ഗാനമേള കേൾക്കാനായിട്ട്. ഇവരൊക്കെ ഇതെന്റെ ശിഷ്യന്മാരാ. ഓ അത് ശരിയാ. ഞാൻ പാടും, ഇവർ രണ്ടുപേരും ആടും. ഓ ആട്ടം ഉണ്ടല്ലേ? പിന്നെ അതാണ് ഞങ്ങളുടെ ഗാനമേള വെറൈറ്റി. അതെ അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, പാട്ടും ആട്ടവും കൂടെ. അതെ അതെ അതെ. പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താ ചിരിക്കുന്നേ? ഇന്നലെ 2 പരിപാടിയില്ലായിരുന്നോ? ഡബിളാ? ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എന്തിനു പറയണ, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം. എന്നിട്ട് രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്ക് കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. പിന്നെ ആശാന്റെ ഈ ഗാനമേളക്ക് നല്ല കയ്യടി കിട്ടാറുണ്ടോ? എന്റെ ഗാനമേളക്ക് കയ്യടി കിട്ടാറുണ്ടോന്നോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണെന്ന് ഒരു പിടിയില്ല. അപ്പോഴേക്കും ബോളം പോവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, സ്നേഹം ഇടയ്ക്ക് ഇങ്ങനെ വന്നു. ആശാൻ എങ്ങനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? എടാ കാണിച്ചു കൊടുക്കടാ. കണ്ടാ, കഴിഞ്ഞ ദിവസം കടപ്പുറത്തൊരു പരിപാടിക്ക് പോയതാ, പങ്കായത്തിനടിച്ചതാ. ഞാനത് എവിടെയാ പറയും. എന്റെ ആശാൻ അതല്ല. ആശാൻ
കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? എനിക്ക് ഗാനമേള കൂടുതലും എന്തിനോറ് ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? ആശാന ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡോർ, മറ്റേത് മരത്തിന്റേത്. അതെ, ആശാന്റെ ശിഷ്യൻ തന്നെ. ആശാനെ പ്ലാസ്റ്റിക്കും മരമൊന്നും അല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളൊക്കെ നടന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. എനിക്ക് കൂടുതലും ഔട്ട്ഡോർ പരിപാടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി അങ്ങോട്ട് തീരുമ്പോഴേക്കും ഇൻഡോർ ആയിരിക്കും. എന്താ ഈ കമ്മിറ്റിക്കാർ പിടിച്ച് പൂട്ടിയിടും. അതാണ് ആശാനെ